ബുംറയ്ക്കും അപ്പോൾ രക്ഷയില്ല. ബുംറ ഇന്നലെ എറിയാൻ വന്ന ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചുകൊണ്ടാണ് സൂര്യവംശി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഓവറിൽ ഒരു 6 കൂടി സൂര്യവംശി അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പയ്യൻ ഇന്ത്യൻ ടീമിലായി പോയത് നന്നായി പോയെന്ന് ബുംറയ്ക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും, IPL വേറെ ടീമിലാണെങ്കിൽ പോലും. എന്നിരുന്നാൽ എന്തൊരു അടിയായിരുന്നു. അതായത് ഇന്നലെ മഴ പെയ്തു ശരിയാണ്, പക്ഷേ എൻ്റർടൈൻമെൻറ്റിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ആ ഒരു 10 മണി വരെ, കളി തുടങ്ങുന്നവരെ നമ്മളെല്ലാവരും ഇരുന്ന് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു, ടോസ് പോലും ഇടാൻ പറ്റാതായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ. പക്ഷെ ടോസ് നേടിയിട്ട് RR ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മഴ മൂലം, അതായത് കുറച്ചുകൂടി ഡാമ്പായിട്ട് ഇരിക്കുന്ന സർഫസ് ആയിരിക്കും, ഈർപ്പം കാര്യങ്ങളുണ്ടാവും, അതുകൊണ്ട് ബോളിങ്ങിന് കുറച്ചുകൂടി ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നല്ലേ. അത് വിചാരിച്ച് തന്നെ ആയിരിക്കും ഹാർദിക് പാണ്ഡ്യയും ടോസ് നേടിയപ്പോൾ ബോളിങ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അതായത് ആ ഈർപ്പം കാര്യങ്ങൾ നിൽക്കുന്നതുകൊണ്ട്, മോയ്സ്ചർ ഉള്ളതുകൊണ്ടല്ല, ഫാസ്റ്റ് ബോളർമാരെ തുണക്കുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. അതായത് ഓൾറെഡി ഹ്യൂമിഡ് ആയിരിക്കും സിറ്റുവേഷൻ, മഴ ഉള്ളതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ സ്വിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ സ്വിങ്ങിന് നല്ല രീതിയിൽ എറിയാൻ പറ്റുന്ന ബോളേഴ്സ് മുംബൈ നിരയിൽ ഉണ്ടായിരുന്നു. ചഹർ ഉണ്ടായിരുന്നു, ബോൾട്ട് ഉണ്ടായിരുന്നു, ഇനി വേരിയേഷനും കുറച്ചുകൂടി ആക്യുറസി ഒക്കെ ആയിട്ട് ബുംറ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം താരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിശ്വാസത്തിൽ ഹാർദിക് ബോളിംഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് തെറ്റായി പോയെന്ന് ആ ഒരു പവർ പ്ലേ സമയമുണ്ടല്ലോ, 3.2 ഓവറായിട്ട് പവർ പ്ലേ ചുരുക്കിയിട്ടുണ്ടായിരുന്നു. 11 ഓവറാണ് കളി ഉണ്ടായിരുന്നത് റിവേഴ്സ് ആയിട്ടുള്ള ടൈം കണ്ടീഷൻസിൽ. പവർ പ്ലേ പോട്ടെ, പക്ഷേ ആദ്യത്തെ ഓവറിൽ തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് ബോൾ തന്നെ 4 അടിച്ചുകൊണ്ടാണ് നമ്മുടെ ജയ്സ്വാൾ അടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഓവറിൽ ആ ഒരു 4ഉം പിന്നെ 6 ഒക്കെ കൂടിയിട്ട് 22 റൺസാണ് RR മൊത്തം നേടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്ന ബുംറേനെ ഫസ്റ്റ് ബോൾ തന്നെ, അത് വെരി ഫസ്റ്റ് ബോള് നല്ലൊരു ഫുൾ ലെങ്ത് ബോളാണ്. ബുംറയ്ക്ക് ചെറുതായൊന്നൊരു ലെങ്ത്ത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു, യോർക്കർ ലെങ്ത്തിലേക്ക് എത്തിയില്ല ബോള്. പക്ഷെ അത് 6 അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈഭവ് സൂര്യവംശി. അതുപോലെ തന്നെ ഷോർട്ടായിട്ട് എറിഞ്ഞപ്പോഴും അതും 6ന് പറത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇതുപോലൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സ്റ്റാർട്ട് രാജസ്ഥാന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് ഈ 2 ലെഫ്റ്റ് ഹാൻഡർമാർക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈഭവ് സൂര്യവംശി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കളിയിലേക്ക് നമ്മൾ കുറേ കൂടി എക്സൈറ്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള പ്ലെയറാണ്, അതുപോലുള്ള ഒരു ബാറ്റിംഗ് ശൈലിയാണ് കാര്യങ്ങളും വൈഭവ് സൂര്യവംശിക്ക് ഉള്ളത്. പക്ഷെ നമ്മളവിടെ മറന്നു പോകുന്ന, നമ്മൾ എല്ലാവരും അല്ല ചിലരെങ്കിലും മറന്നു പോകുന്ന ഒരു പേരുണ്ട്, യശസ്വി ജയ്സ്വാളിൻ്റെ. സംഭവം ശരിയാണ്, വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും തമ്മിൽ ഒരുപാട് പ്രായ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴും യങ് ക്രിക്കറ്ററാണ് ജയ്സ്വാൾ. പക്ഷേ ആ ഒരു യങ് കരിയറിനുള്ളിൽ തനിക്ക് നേടിയെടുത്തിട്ടുള്ള എക്സ്പീരിയൻസുകൾ, കാര്യങ്ങളും ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസുകൾ, IPL മാത്രമല്ല ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസിലും കാര്യങ്ങളെല്ലാം കളിയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് ജയ്സ്വാളോട് കാണിച്ചു തരുന്നുണ്ട്. അതായത് ആ സ്കോറ് 80 റണ്ണോളം അവർ നേടിയിട്ടുണ്ടായിരുന്നല്ലോ. 80 റണ്ണിൻ്റെയാണ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നത് ആദ്യത്തെ വിക്കറ്റിൽ 5 ഓവറിൽ അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ സൂര്യവംശി 14 ബോളിൽ 39 അടിച്ചപ്പോൾ 16 ബോളിൽ 39 റൺസ് ജയ്സ്വാൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് താനൊട്ടും പുറകിലല്ല എന്നുള്ള രീതിയിൽ. അതും സൂര്യവംശിയുടെ അടി നമ്മൾ കാണുമ്പോൾ കുറേ കൂടി ക്രിക്കറ്റിംഗ് ഷോട്ട് ആണെങ്കിലും നല്ലൊരു എഫേർട്ട് എടുത്ത് കളിക്കുന്ന പോലെയായിട്ടാണ് നമുക്ക് കാണുന്നുണ്ടായിരുന്നത്. ജയ്സ്വാളിൻ്റെ കുറേ കൂടി എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ടൈമിംഗ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു എന്താ പറയുക, ബോൾ കളിക്കുമ്പോൾ ഷോർട്ട് സെലക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാനായിട്ട് ജയ്സ്വാളിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ലോങ് ഇന്നിങ്സ് കളിച്ചിട്ട് ടീമിന് മൊത്തം ആങ്കർ ചെയ്യാനും, തൻ്റെ വിക്കറ്റ് ബാക്കിയുള്ള സൈഡിൽ വിക്കറ്റ് പോയി കഴിഞ്ഞാലും തൻ്റെ വിക്കറ്റ് സെക്യൂർ ആയിട്ട് അവിടെ നിർത്തിയിട്ട്, പക്ഷേ അതിനുവേണ്ടി ബോൾ വേസ്റ്റ് ആക്കിയിട്ടല്ല. ഇന്നലെ 240 സ്ട്രൈക്ക് റേറ്റിലാണ് ജയ്സ്വാൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 32 ബോളിൽ 77 റണ്ണ് ജയ്സ്വാൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഒരു സ്കോർ പടുത്തുയർത്താനായിട്ട് ജയ്സ്വാളിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. സൂര്യവംശിക്കാണെങ്കിൽ വിക്കറ്റ് പോയപ്പോൾ നിരാശയാണ് ഉണ്ടായിരുന്നത്. അതായത് അവിടെ ഒരു പ്ലെയർ നിൽക്കുന്നുണ്ടായിട്ടും, ഷർദുലിൻ്റെ ഓവറിലായിരുന്നു വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. ആ പ്ലെയർ അവിടെ ബൗണ്ടറി ലൈനിൽ നിൽക്കുന്നുണ്ടായിരുന്നിട്ടും ആ പ്ലെയറിനെ ചാലഞ്ച് ചെയ്തിട്ട് അതിന് മുകളിലൂടെ 6 അടിക്കാനായിട്ടാണ് സൂര്യവംശി നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ കഴിയാത്തതിലെ നിരാശയാണ് സൂര്യവംശിയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. പക്ഷെ മുംബൈ ബോളർമാരുടെ മുഖത്ത് നിന്ന് നമുക്ക് നോക്കുമ്പോൾ ആ ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇവർ രണ്ടുപേരും കൂടി ഈ നിലയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 11 ഓവറിൽ തന്നെ അവർ ചിലപ്പോൾ 200 വരെ എത്തിയേക്കാന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ആ രീതിയിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പവർ പ്ലേ ഓവറുകളെല്ലാം അവർ നന്നായി യൂട്ടിലൈസ് ചെയ്തു. അതിനുശേഷം വന്ന ഹാർദിക്കിൻ്റെ ഓവറിൽ ഹാർദിക്ക് ശരിക്കും കാണിച്ചു തന്നു ഈ ഒരു പിച്ചിൽ എങ്ങനെയാണ് എറിയേണ്ടതെന്ന്. അതായത് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അതായത് നല്ല രീതിയിൽ ആ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ടല്ലോ അടിക്കാനായിട്ടുള്ളത്, ആ ഭാഗത്തേക്ക് ബോൾ എറിയാതെ ബാറ്റ്സ്മാൻമാരുടെ മൈൻഡിൽ ഒരു കുഴപ്പം സൃഷ്ടിക്കുന്ന പോലെ സ്ലോ ബോളുകളായാലും ബൗൺസറുകളായാലും മിക്സ് ചെയ്തിട്ട് എറിയാനായിട്ട് ഹാർദിക്കിന് പറ്റിയിട്ടുണ്ടായിരുന്നു. 4 റൺസ് മാത്രമാണ് ഹാർദിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഓവറിൽ മാത്രം. രണ്ടാമത്തെ ഓവർ വന്നപ്പോഴും 13 റൺസ് പോയി. പക്ഷെ എന്നിരുന്നാലും താൻ എറിഞ്ഞ 2 ഓവറിൽ 9 താഴെ ശരാശരിയിൽ ബോൾ എറിയാനായിട്ട് ഹാർദിക്കിന് പറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കി ആർക്കും ഇത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
ചഹറിനാണെങ്കിലും അതുപോലെ തന്നെ ട്രെന്റ് ബോൾട്ടിനാണെങ്കിലും 22 റൺസൊക്കെയാണ് ഒരു ഓവറിൽ വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ബോളർമാരെ ഈ ഒരു ഫോമില്ലായ്മ തന്നെയാണ് മുംബൈ ഈ കളി മെയിനായിട്ട് തോൽക്കാനുള്ള കാരണം. ടോപ്പ് 3ക്ക് കാര്യമായിട്ട് റൺസ് ഒന്നും സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കളിയിൽ. അവർ നിറം മങ്ങി പോകുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. റിക്കിൾട്ടൺ ആണെങ്കിലും രോഹിത് ശർമ്മ ആണെങ്കിലും സൂര്യകുമാർ ആണെങ്കിലും കാര്യമായിട്ട് റണ്ണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വന്നാൽ തിലക് ഓൾറെഡി ഫോം ഔട്ടാണ്, പക്ഷെ 14 റൺ എടുത്തിട്ടുണ്ടായിരുന്നു. മുംബൈ നിരയിൽ ആകെ കൂടെ 2 ഹയസ്റ്റ് ആയിട്ടുള്ള റൺ ഗെറ്റേഴ്സ് റദർഫോർഡും അതുപോലെ തന്നെ നമന്ദിറും ആയിരുന്നു. ഇവർ രണ്ടുപേരെയാണ് 25 റൺ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും നിന്നപ്പോൾ മുംബൈക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും 5 ഓവറിൽ 5 വിക്കറ്റോളം അവർക്ക് നഷ്ടമായിരുന്നു. ഇനി ആകെ ബാക്കിയുള്ള 5 ഓവറിൽ ഇത്രയും റണ്ണുകൾ എടുക്കണം. അത് ഏകദേശം 50-60 ആ ഒരു റേഞ്ചിൽ അവരുടെ സ്കോർ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം 90 റണ്ണോളം എടുക്കുമ്പോഴേക്കും 5 വിക്കറ്റോളം അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ റദർഫോർഡും ഒരു ഓവറിൽ അദ്ദേഹം 3 സിക്സൊക്കെ അടിച്ചിട്ട് ഒരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ദേശ്പാണ്ഡെയുടെ ഓവറിൽ. പക്ഷേ ദേശ്പാണ്ഡെ അവിടെ ട്രിക്കി ആയിട്ട് ഒരു സ്ലോ ബോൾ എറിഞ്ഞിട്ട് റദർഫോർഡിന്റെ വിക്കറ്റ് എടുത്തു. അപ്പം തന്നെ ഒന്നുകൂടി മുംബൈ സമ്മർദ്ദത്തിലായി. പിന്നെ അവർക്ക് മനസ്സിലായി ഇനിയൊരു തിരിച്ചുവരവ് എന്തായാലും ഉണ്ടാവില്ല എന്ന്. അതിനുശേഷം ബിഷ്ണോയി 2 വിക്കറ്റ് എടുത്തു. അത് മാത്രമല്ല, രാജസ്ഥാനിലെ എറിഞ്ഞ എല്ലാ ബോളർമാർക്കും വിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. മുംബൈയിലെ ബോളിങ്ങിൽ ആ ഒരു വീക്ക്നെസ് അതായിരുന്നു. അവർക്ക് റണ്ണ് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതുപോലെ തന്നെ വിക്കറ്റ് കണ്ടെത്താനും പറ്റുന്നില്ല. അവരുടെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ബുംറയുടെ ഭാഗത്തു നിന്ന് കോൺട്രിബ്യൂഷൻ കാര്യമായിട്ട് വരാത്തതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കും ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല കളിയിൽ. അതായത് മുംബൈ നിരയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പ്ലെയേഴ്സ് എല്ലാം ചുമ്മാ സാധാരണ IPL മാത്രം കളിക്കുന്ന പ്ലെയേഴ്സ് അല്ല, ഇന്റർനാഷണൽ പ്ലെയേഴ്സാണ്. അപ്പോൾ ഓരോ പിച്ചിനനുസരിച്ച് എങ്ങനെ ബോൾ ചെയ്യണമെന്ന് കൃത്യമായി ധാരണയുള്ള ബോളേഴ്സാണ്, അതിനനുസരിച്ച് വിക്കറ്റ് എടുക്കുന്ന ബോളേഴ്സാണ്. പക്ഷെ അവർക്കൊന്നും ഇന്നലെ അത് കാര്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് തന്നെയായിരുന്നു കളിക്ക് ശേഷം ഹാർദിക് പാണ്ഡ്യ പറഞ്ഞത്. ബോളർമാർ കാര്യമായിട്ട് ഫോം കണ്ടെത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും വലിയൊരു ടോട്ടൽ മുന്നിൽ നിൽക്കുമ്പോൾ ബാറ്റ്സ്മാൻമാർക്കാണെന്നുണ്ടെങ്കിലും അവരുടെ മേലുള്ള പ്രഷർ കുറച്ചധികമാണ്. ഏകദേശം 14 റണ്ണോളം ഒരു ഓവറിൽ വെച്ചിട്ട് സ്കോർ ചെയ്യേണ്ട അവസ്ഥയിലാണ് അവർ ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ രാജസ്ഥാൻ്റെ ബോളർമാർ വന്നപ്പോൾ അവർക്ക് കൃത്യമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ബോൾ ചെയ്യേണ്ടത്. അവർ ഓൾറെഡി കണ്ടു മുംബൈ ബോളർമാർ എങ്ങനെയാണ് ബോൾ ചെയ്തതെന്നുള്ളത് കണ്ടു, എങ്ങനെയൊക്കെയുള്ള ബോളുകൾ എറിഞ്ഞാലാണ് അടി കിട്ടുക എന്നുള്ളതൊരു കണ്ടു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു സ്മാർട്ട്നെസ് കാഴ്ച വെച്ചിട്ട് ബോൾ ചെയ്യാനായിട്ടാണ് ആർച്ചർ ആയാലും ബർഗർ ആണെങ്കിലും സന്ദീപ് ശർമ്മ ആണെങ്കിലും ഒക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ മുംബൈയുടെ ഇന്നിങ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 ഓവറിൽ തന്നെ അവർക്ക് 3 ബാറ്റ്സ്മാൻമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആർച്ചർ ഫസ്റ്റ് ഓവറിൽ റിക്കിൾട്ടനെ റിമൂവ് ചെയ്ത് കണ്ടു, ബർഗറിൻ്റെ ഓവറിൽ സൂര്യകുമാറിന് പോകുന്ന കണ്ടു, അതുപോലെ തന്നെ സന്ദീപ് ശർമ്മ വന്നപ്പോൾ രോഹിത് ശർമ്മ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. രോഹിത് ശർമ്മ ആദ്യമായിട്ടല്ല സന്ദീപ് ശർമ്മയുടെ മുന്നിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. അതായത് ഇതിനു മുന്നേ വെറും 80 റൺസ് സ്ട്രൈക്ക് റേറ്റിൽ മാത്രമാണ് രോഹിത്തിന് സന്ദീപ് ശർമ്മയുടെ എതിരെ കളിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. 5 തവണ വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ റിയാൻ പരാഗ് അതിനനുസരിച്ചുള്ള ബോളിംഗ് ചേഞ്ചസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ആർച്ചറും ബർഗറും പോലെയുള്ള ഇന്റർനാഷണൽ പ്ലെയേഴ്സ് അവിടെ ഉണ്ടായിട്ടും സന്ദീപ് ശർമ്മയായിരുന്നു ഈ കളിയിൽ ഏറ്റവും കൂടുതൽ ഓവർ രാജസ്ഥാന് വേണ്ടിയിട്ട് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ഓവർ അദ്ദേഹം എറിഞ്ഞു. ആ 3 ഓവർ എറിഞ്ഞത് മാത്രമല്ല 9 താഴെ എക്കണോമി റേറ്റിൽ എറിയാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നു. ആർച്ചറിനായാലും 9 താഴെ എക്കണോമി റേറ്റിൽ എറിയാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ എക്കണോമി റേറ്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വിക്കറ്റ് തന്നെയായിരുന്നു. അത് കൃത്യമായിട്ട് എടുക്കാനായിട്ട് രാജസ്ഥാൻ ബോളേഴ്സിന് പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ അവരുടെ സീസണിലെ ആദ്യത്തെ 3 കളി ഇപ്പോൾ ജയിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ 2 പ്രാവശ്യം അവർ ഒരു സ്കോർ സെറ്റ് ചെയ്തിട്ട് അത് ഡിഫെൻഡ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ അവരുടെ ബോളർമാരും നല്ല കോൺഫിഡൻസിലാണ് കളിക്കുന്നത്. ബാറ്റ്സ്മാൻമാരാണെങ്കിൽ ആ തുടക്കത്തിൽ ആ 2 പേര് തന്നെ ഇപ്പോൾ ഇനഫാണെന്നുള്ള രീതിയിലാണ്. അവർ തന്നെ ഇപ്പോൾ ഒരുമാതിരി കളികളെല്ലാം ജയിപ്പിക്കുന്ന പോലെ കളിക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് യശസ്വി ജയ്സ്വാളിനാണ് ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പ് ഉള്ളത്. അതുപോലെ തന്നെ പർപ്പിൾ ക്യാപ്പ് ഉള്ളത് രവി ബിഷ്ണോയ്ക്കാണ്. ഇത് രണ്ടും അവരുടെ ടീമിൽ തന്നെ ഇപ്പോൾ സെക്യൂർഡ് ആണ്. ടീം പെർഫോമൻസിലാണെങ്കിൽ അവർ നല്ല ഹൈ ആയിട്ടാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 3 മത്സരം കഴിയുമ്പോൾ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ട് ഇരിക്കുന്നതും രാജസ്ഥാൻ റോയൽസ് തന്നെയാണ്. മുംബൈ ഇപ്പോൾ 2 മത്സരം അവർ അടുപ്പിച്ച് തോറ്റു. അവരുടെ എവേ ഫോം വളരെ മോശമായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഹോം ഗെയിം മാത്രമാണ് വിജയിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ഇനി മുംബൈക്ക് ഒരു നല്ല രീതിയിൽ തിരിച്ചുവരവ് എന്തായാലും നടത്തണം. അതിന് അവരുടെ ബോളർമാർ ആ ഒരു താളം കണ്ടെത്തേണ്ടതായിട്ടുള്ളത് വളരെ അത്യാവശ്യമാണ്. അത് അവർക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കും.